ഒരു കല്യാണത്തിന് പോവാണ്. അതെ, നമ്മുടെ ക്ലോസ് ഫ്രണ്ട് എന്നല്ല, നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. ചേട്ടന്റെ കല്യാണമാണ്. അപ്പൊ ഞങ്ങള് പോവാനിറങ്ങി. ഞാനുണ്ട്, ഇച്ചയുണ്ട്, എന്റെ പുതിയൊരാളുണ്ട്. എന്റെ നാത്തൂനെ നിങ്ങൾക്ക് അറിയത്തില്ല, കസിനാണ്, എന്റെ നാത്തൂനാണ്. ഇവരുടെ കുടുംബത്തിൽ ആകെയുള്ളൊരു പെൺതിരിയുണ്ട്. ആകെയുള്ള ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഇവിടെ അമ്പലര. ഞങ്ങളിപ്പോ കുമരകത്തേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ചേട്ടന്റെ കല്യാണം നടക്കുന്നത് കുമരകത്തുള്ള നിരാമയ റിസോർട്ടിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കല്യാണമാണ്. എക്സൈറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് മുസ്ലിം രീതിയിലുള്ള വെഡിങ് ആണ്, നാളെ ഹിന്ദു രീതിയിൽ. ഇപ്പൊ നമ്മൾ നേരെ ഒരു റൂം എടുത്തിട്ടുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി നമ്മൾ അടിപൊളിയായി ഒരുങ്ങിയിട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് ആ സ്ഥലത്തേക്ക്, ആ റിസോർട്ടിലേക്ക് പോകും. ബാക്കി വീഡിയോസ് ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കാം. ഇതൊരു ട്രിപ്പായിട്ട് നമ്മളങ്ങ് എടുക്കുവാണ്. അങ്ങനെ ഞങ്ങള് റെഡിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, നല്ല ചൂടാണ്. 5 മണി എന്നത് പരിപാടി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ വെയിൽ കാരണം കുറച്ചും കൂടെ അവര് ടൈം അങ്ങോട്ടാക്കിയെന്ന് തോന്നുന്നു. അതെ, ശ്രീയേട്ടൻ അവിടെ ഒരുങ്ങുകയെന്നാ തോന്നുന്നത്. വേറെ പോയി കല്യാണം. അങ്ങനെ ഞാൻ സാരിയൊക്കെ ഉടുത്ത് റെഡിയായി വന്നു. കുഴപ്പമില്ലാണ്ടൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് സാരി ഉടുക്കാൻ തീരെ അറിയില്ല കേട്ടോ. ഇപ്പം പിന്നെ വേറെ വഴിയില്ല, തന്നെ ഉടുത്തല്ലേ പറ്റുള്ളൂ, ആരും ഉടുപ്പിക്കാറൊന്നുമില്ല. അങ്ങനെ ഉടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. അടിപൊളിയായിരുന്നു, ഭയങ്കര വൈബായിരുന്നു ആ റിസോർട്ടും. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഫംഗ്ഷൻ ഇവിടെ കലൂർ, ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ചേട്ടൻ്റെ വീടും കലൂർ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നമ്മുടെ മണവാളൻ ചെറുക്കനെ ഒരുക്കിയിട്ട് നമ്മളിങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. നോക്കിക്കേ മണവാളൻ, നോക്കി. ചേട്ടാ പറയൂ, ഇന്നലത്തെ ഫംഗ്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ ഹാപ്പി അല്ലേ? ചേട്ടൻ എത്ര നാളത്തെ പ്രണയമാണിത്? പറയണോ? സത്യമാണോ? ഞങ്ങള് ചേട്ടനെ മീറ്റ് ചെയ്ത് അന്ന് മുതൽ കേൾക്കുന്നത് കല്യാണം ഇന്റർഫേസ് മാരേജ് ആയിരുന്നു. അതിന്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും സപ്പോർട്ട് കൊണ്ടാണ് അത് ഇത്ര ഭംഗിയായത്. പിന്നെ നാദിയുടെ എഫേർട്ട്, നാദിയുടെ പ്ലാനിങ് ആയിരുന്നു. ഇന്നലത്തെ ഇവന്റ് വളരെ കഷ്ടപ്പെട്ട് അവള് സ്വന്തമായിട്ട് ബുദ്ധിമുട്ടി. പിന്നെ അവളുടെ സിസ്റ്ററും പിന്നെ നമ്മളെ ഫ്രണ്ട്സും ഒക്കെ എഫേർട്ട് ഇട്ടിട്ടാണ് ഭയങ്കര ഭംഗിയുള്ള ഇവന്റ് ആയിട്ട് വന്നിട്ടാണ്. ഇറങ്ങുകയാണ്.
കല്യാണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി ഗൈസ്. ശരിക്കും ഭയങ്കര ടയേർഡാണ്, ഉറക്കം വന്നിട്ട് വയ്യ എനിക്ക്. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം അടിപൊളിയായിരുന്നു, അടിപൊളി. ഒരുപാട് സന്തോഷമായി. മീൻസ് അവര് വളരെ നാള് പ്രണയിച്ച് കല്യാണം കഴിക്കുക, അപ്പം അവരൊരുപാട് ഹാപ്പി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളും ഒരുപാട് സന്തോഷം. പോയി ഉറങ്ങട്ടെ, 3 ദിവസം ഉറങ്ങിയിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ. ബൈ.